പാദം ചേർന്നിടും കാരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരുമ്പാണിയിൻ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. കാരിരുമ്പാണിയിൻ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. 118 സങ്കീർത്തനം 8-9 വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇവിടെ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത് മനുഷ്യരുടെ 2 തരത്തിലുള്ള ആശ്രയങ്ങളെ സംബന്ധിച്ചാണ്. ഒന്നുകിൽ യഹോവയിൽ ആശ്രയിക്കുക, അല്ലെങ്കിൽ മനുഷ്യനിൽ ആശ്രയിക്കുക. ഈ 2 നിലകളിലുള്ള ആളുകളെയാണ് നാം ലോകത്തിൽ കാണുന്നത്. ഒന്നുകിൽ എല്ലാ കാര്യങ്ങൾക്കും യഹോവയിൽ ആശ്രയിക്കുന്നവർ, അല്ല എങ്കിൽ എല്ലാ ആവശ്യങ്ങൾക്കും മനുഷ്യരെ ആശ്രയിക്കുന്നവർ. സങ്കീർത്തനക്കാരൻ പറയുന്നത് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നല്ലത് എപ്പോഴും യഹോവയിൽ ആശ്രയിക്കുന്നതാണ് എന്ന് സങ്കീർത്തനക്കാരൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്താണ് താൻ അങ്ങനെ പറയുന്നതിനുള്ളതായ കാരണം? നമുക്കറിയാം, ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ധാരാളം ആവശ്യങ്ങളുടെ മുഖത്താണ് നാം ആയിരിക്കുന്നത്. ഒരാവശ്യം കഴിയുന്ന ഉടനെ തന്നെ അടുത്തത് നമ്മുടെ മുൻപാകെ വരികയാണ്. അങ്ങനെ ആവശ്യങ്ങൾ അടിക്കടി നമ്മുടെ മുൻപാകെ വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങളുടെ മുഖത്ത് നാം ആരെയെങ്കിലും ഒക്കെ ആശ്രയിക്കേണ്ടതായി വരുന്നു. അപ്പോഴാണ് നാം വായിച്ചതായ ഈ വാക്യം പ്രസക്തമാവുന്നത്. ആത്യന്തികമായി നാം ആരെയാണ് ആശ്രയിക്കുന്നത്?
ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ആവശ്യത്തിൻ്റെ മുഖത്ത് നാം ആദ്യമായി അന്വേഷിക്കുന്നത് ആരെയാണ്? തിരുവെഴുത്തിലെ രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിലും നാം കാണുന്നത് യെരുശലേമിലെയും യഹൂദയിലെയും രാജാക്കന്മാരെ സംബന്ധിച്ചാണ്. പല രാജാക്കന്മാരും യഹോവയിൽ ആശ്രയിച്ചതായ സമയത്ത് ദൈവം അവരെ അത്ഭുതകരമായി സഹായിച്ച വിധങ്ങളും യഹോവയെ വിട്ടുമാറിയപ്പോൾ അവർ പരാജയപ്പെട്ട സംഗതികളുമാണ് ഈ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിൽ യഹൂദ രാജാവായ ആസയെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ നാം കാണുന്നത് അദ്ദേഹം യഹോവയിൽ ആശ്രയിച്ചതായ സമയത്ത് അദ്ദേഹത്തെ ദൈവം അത്ഭുതകരമായി സഹായിച്ചു. 2 ദിനവൃത്താന്തം 16-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഹനാനി എന്ന് പറയുന്നതായ ദർശകൻ യഹൂദ രാജാവായ ആസയോട് വന്ന് സംസാരിക്കുന്നതായ ചില കാര്യങ്ങളാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കൂശ്യരും ലൂബ്യരും അനവധി രഥങ്ങളോടും കുതിരച്ചേവകരോടും കൂടിയ ഒരു മഹാസൈന്യമായിരുന്നില്ലയോ? എന്നാൽ നീ യഹോവയിൽ ആശ്രയിക്കൊണ്ട് അവൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അദ്ദേഹം വീണ്ടും രാജാവിനോട് പറയുന്നതായ ഒരു കാര്യം 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്: നീ നിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കാതെ അരാം രാജാവിൽ ആശ്രയിക്കൊണ്ട് അരാം രാജാവിൻ്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. ഇവിടെ യഹോവയിൽ ആശ്രയിച്ചതായ സമയത്ത് ദൈവം ആസ എന്ന രാജാവിനെ അത്യത്ഭുതകരമായി സഹായിച്ച വിധങ്ങളും യഹോവയെ തള്ളിക്കളഞ്ഞതായ സമയത്ത് തനിക്ക് നേരിട്ടതായ പരാജയങ്ങളുമാണ് ദർശകനായ ഹനാനി വിവരിച്ച് പറയുന്നത്. ഇതേ അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ആസയ്ക്ക് തൻ്റെ വാഴ്ചയുടെ 39-ാം ആണ്ടിൽ കാലിൽ ദീനം പിടിച്ചു. ദീനം അതികഠിനമായിരുന്നു. എന്നാൽ അവൻ തൻ്റെ ദീനത്തിൽ യഹോവയല്ല വൈദ്യന്മാരെ അത്രേ അന്വേഷിച്ചത് എന്നെഴുതിയിരിക്കുന്നു. അതുകൊണ്ട് താൻ വളരെ പെട്ടെന്ന് തന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, നാം നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും ആരെയാണ് ആശ്രയിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ അനവധിയായ ആവശ്യങ്ങളുണ്ട്. രോഗമുണ്ടാകാം, ക്ഷീണമുണ്ടാകാം, മറ്റു വിധങ്ങളായ ആവശ്യങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാകാം. ആ സമയത്ത് നാം ആരെയാണ് ആശ്രയിക്കുന്നത്? ആസയെ സംബന്ധിച്ച് പറയുന്നത് തൻ്റെ ദീനത്തിൽ അവൻ യഹോവയെ അന്വേഷിക്കുന്നതിന് പകരമായി ആദ്യമായി താൻ വൈദ്യന്മാരെ അത്ര അന്വേഷിച്ചത് എന്നെഴുതിയിരിക്കുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? അദ്ദേഹം വളരെ പെട്ടെന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നാം ഏതൊരു ആവശ്യത്തിൻ്റെ മുഖത്തും യഹോവയെ ആശ്രയിക്കേണ്ടത് ആവശ്യമാണ്. നാം ആദ്യമായി അന്വേഷിക്കേണ്ടത് വലിയവനായ ദൈവത്തെയാണ്. ദൈവത്തിലാണ് നാം ആശ്രയിക്കേണ്ടുന്നത്. അങ്ങനെ ഏതൊരു ആവശ്യത്തിൻ്റെ മുഖത്തും നാം കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ, നാം കർത്താവിൽ ആശ്രയിക്കുമ്പോൾ 32-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും എന്നെഴുതിയിരിക്കുന്നു. ഏതൊരാവശ്യത്തിനും നാം ആദ്യമായി ചെല്ലേണ്ടുന്നതായ സ്ഥാനം കർത്താവിൻ്റെ അരികിലാണ്. അവിടെയാണ് നാം ആശ്രയിക്കേണ്ടുന്നത്. അപ്പോൾ കർത്താവ് നമുക്ക് പാത കാണിച്ചു തരും. നീ ഇന്ന വഴിയായിട്ട് പോവുക, ഇന്ന കാര്യം ചെയ്യുക, ഇന്നിൻ്റെ നിലകളിൽ നീ മുൻപോട്ട് പോവുക എന്ന് നമ്മോട് അരുളി ചെയ്യുന്നവൻ കർത്താവാണ്. ആ വഴിയായി നാം പോകുമ്പോഴാണ് കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നത്, സഹായിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യനിൽ ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയിക്കണം എന്ന് ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്നത്. 146-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത് എന്നാണ് എഴുതിയിരിക്കുന്നത്. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ മനുഷ്യനിൽ ആശ്രയിക്കുന്നതും യഹോവയിൽ ആശ്രയിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉവർനിലത്തിലും പാർക്കും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും.
ഒരു മനുഷ്യൻ യഹോവയിൽ ആശ്രയിക്കുമ്പോൾ അവനുണ്ടാകുന്നതായ അനുഗ്രഹങ്ങളും നന്മകളും എന്തൊക്കെയാണെന്നും അവൻ മനുഷ്യനിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ അവനെ സംബന്ധിച്ചുള്ളതായ കാര്യങ്ങൾ എന്താണെന്നും ഈ ഭാഗത്ത് വളരെ വ്യക്തമായി നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. യഹോവയിൽ ആശ്രയിക്കുന്നതായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ ദൈവമാണ് സഹായിക്കുന്നത്. അവൻ്റെ ഏതൊരു ആവശ്യത്തിൻ്റെ മുഖത്തും കർത്താവാണ് അവന് വേണ്ടിയുള്ളതായ പാതകൾ കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെയുള്ളതായ ഒരു വ്യക്തി ആറ്റരിയെ നട്ടിരിക്കുന്നതായ ഫലപ്രദമായ ഒരു വൃക്ഷം പോലെ ഇരിക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. 1-ാം സങ്കീർത്തനത്തിലും നാം ഇത് തന്നെ വായിക്കുന്നുണ്ട്. ആറ്റരികത്ത് നട്ടിരിക്കുന്നതായ ഒരു വൃക്ഷം ഒരു തഴപ്പിൻ്റെ അനുഭവത്തെ കാണിക്കുന്നതാണ്. ഉഷ്ണം തട്ടുമ്പോൾ വാടിപ്പോകാത്ത, ഉണങ്ങിപ്പോകാത്ത ഏറ്റവും ഫലപ്രദമായ ഒരു വൃക്ഷമായിട്ട് അതിനെ ദൈവവചനം വിശേഷിപ്പിക്കുകയാണ്. അതേസമയം ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് ഏതൊരാവശ്യത്തിൻ്റെ മുഖത്തും മനുഷ്യനെ മാത്രം നോക്കി പോകുന്നതായ ഒരു വ്യക്തി ശപിക്കപ്പെട്ടവനാണെന്ന് ദൈവവചനം നമ്മോട് പറയുകയാണ്. യഹോവയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം 125-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൂടെ പറഞ്ഞ് ഈ ധ്യാനചിന്തകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. 125-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ഏതൊരാവശ്യത്തിൻ്റെ മുഖത്തും ഏതൊരു പ്രയാസത്തിൻ്റെ മുഖത്തും കർത്താവിൽ ആശ്രയിക്കുന്നതായൊരു വ്യക്തി കുലുക്കമില്ലാത്ത വ്യക്തിയായിരിക്കും എന്ന് ദൈവവചനം പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രയാസത്തിൻ്റെയോ പ്രതിസന്ധിയുടെയോ മുഖത്ത് നാം കുലുങ്ങിപ്പോകുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നാം പൂർണ്ണമായി കർത്താവിൽ ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും പ്രത്യേകമായ ഒരാവശ്യത്തോടുള്ള ബന്ധത്തിൽ നാം മനുഷ്യനെ സമീപിച്ചിരിക്കുന്നുവെങ്കിൽ നാം അതോർത്ത് എപ്പോഴും ഭാരപ്പെട്ടുകൊണ്ടിരിക്കും. എൻ്റെ ഇന്ന ആവശ്യം എന്തായിത്തീരും, എൻ്റെ ഇന്ന പേപ്പറുകൾ എങ്ങനെയാകും, നാളെ ഞാൻ എവിടെയായിരിക്കും, എന്തായിരിക്കും, ഞാൻ എവിടെ ജോലി ചെയ്യും, എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നാം പലപ്പോഴും ഇങ്ങനെ വിചാരിച്ച് വിഷമിച്ച് വല്ലാതെ നാം തളർന്നു പോകുന്നതായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥമെന്താണ്? നീ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യൻ്റെ കരങ്ങളിലേക്ക് നീ നോക്കുകയാണ്. നിന്റെ ആവശ്യത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കും എന്നുള്ളതിനേക്കാൾ കൂടുതലായി മനുഷ്യർക്കാണ് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നീ വിചാരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ദൈവവചനം പറയുന്നത് കർത്താവിൽ ആശ്രയിക്കുന്നതായ ഒരു വ്യക്തിക്ക് ഒരു കുലുക്കവുമില്ലാതെ, ഒരു ചാഞ്ചല്യവുമില്ലാതെ എന്നേക്കും ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ധൈര്യത്തോടെ ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും എന്ന് പറയുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരാവശ്യത്തിലും കർത്താവ് മതിയായവനാണ്. ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു, അതുകൊണ്ട് ഞാൻ സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കുന്നു. എൻ്റെ ദൈവം എനിക്ക് എല്ലാം നന്മയ്ക്കായി ചെയ്യുന്നവനാണ്. നാളെ ഓർത്ത് ഞാൻ ഭാരപ്പെടുന്നില്ല. എൻ്റെ ജീവിതത്തിൻ്റെ ഏതൊരു ആവശ്യത്തിലും കർത്താവിൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കുന്നു എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നതായ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇന്നത്തെ ദിവസം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് എല്ലാ സമയത്തും നമ്മോട് കൂടെയുണ്ട്. നമ്മെ തള്ളിക്കളയാത്തവനാണ്. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നരുളി ചെയ്ത കർത്താവിൻ്റെ സ്വർഗീയമായ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതൊരാവശ്യത്തിൻ്റെ മുഖത്തും അങ്ങയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. മനുഷ്യരുടെ മുഖത്തേക്കല്ല, അവിടുത്തെ മുഖത്തേക്ക് നോക്കി ഇന്നത്തെ ദിവസം ജീവിപ്പാൻ ഞങ്ങളെ അനുവദിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തുടർന്നുള്ളതായ നാളുകളിൽ കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ മാത്രം ആശ്രയിച്ച് അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതായ പാതയിലൂടെ സഞ്ചരിക്കുവാൻ, അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് മാത്രം ചെയ്യുവാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവരുടെ ജീവിതത്തിൽ കർത്താവെ, യഹോവയാം ദൈവത്തിൽ ആശ്രയം വെച്ചതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിപ്പാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രാവിലെ രോഗികളായിട്ടോ ക്ഷീണിതരായിട്ടോ ജീവിതത്തിൻ്റെ മറ്റേതെങ്കിലും ആവശ്യങ്ങളുടെ മുഖത്ത് കർത്താവെ പ്രയാസമുള്ളവരായിട്ടോ തീർന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടുന്ന് അവരെ സഹായിച്ചാട്ടെ. അവിടുത്തെ സന്നിധിയിൽ ആശ്രയിപ്പാൻ അവരെ സഹായിക്കണമേ. അങ്ങനെ ആശ്രയിക്കുന്നതിലൂടെ അത്ഭുതകരമായ സൗഖ്യം, അത്ഭുതകരമായ വിടുതൽ അവർക്ക് നൽകണമേ. അവരുടെ ജീവിതത്തിന് ആവശ്യമായ ബലവും ആരോഗ്യവും മനസ്സിനാവശ്യമായ ധൈര്യവും നൽകി അവരെ സഹായിച്ചാട്ടെ. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ.